ഇസ്രായേലും വലിയ രൂപത്തിൽ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയും ഇസ്രായേൽ തുടക്കം കുറിക്കുകയും ചെയ്തു എന്നത് ഒരുപക്ഷെ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഇറാന്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇനി ഇസ്രായേലിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു വാർത്ത ഉള്ളത് ഈ സ്ക്രീൻഷോട്ട് കാണുന്നത് പോലെ ഇറാൻ്റെ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഏതാനും മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്ന പുതിയ വാർത്തയാണ് ഇറാൻ്റെ മിലിറ്ററി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ ഫോഴ്സാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ്റെ ഒരു നിഗമനമനുസരിച്ച് വലിയ രൂപത്തിലുള്ള ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു മറുപടി ഇറാന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് സൈനിക ക്യാമ്പുകൾ, അതുപോലെ തന്നെ മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലത്തെ കഴിഞ്ഞ പ്രാവശ്യം ആക്രമിച്ച അതിൻ്റെ പരിസരങ്ങൾ, ബന്ധപ്പെട്ട മറ്റൊരു തുറമുഖ പ്രദേശങ്ങൾ, ഇതൊക്കെയാണ് ഈ ഇറാൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. അതിൽ മിക്കതും ടാർഗറ്റ് ഹിറ്റാക്കി എന്നും പറയുന്നുണ്ട്. അഥവാ അയൺ ഡോമും ഈ നേരോ സിസ്റ്റവും ബന്ധപ്പെട്ട താഡ് സംവിധാനങ്ങളും ഒക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇസ്രായേലിൻ്റെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു എന്ന റിപ്പോർട്ട് ഇറാൻ്റെ ഫോഴ്സ് തന്നെ പുറത്തേക്ക് വിടുന്നു. ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് 2 ദിവസം കഴിയാണ്ട് ഇതിൻ്റെ റിപ്പോർട്ടൊന്നും പുറത്തു വരില്ല. കാരണം ഇസ്രായേൽ അങ്ങനെ ഒരു ജന്മമാണ്, അങ്ങനെ ഒരു സ്വഭാവക്കാരാണ്. അവർക്ക് എന്ത് പറ്റിയാലും 4-5 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിയാണ്ടൊന്നും ഒരു കാരണവശാലും ആ ഒരു വാർത്ത ഔദ്യോഗികമായിട്ട് പുറത്തു പറയാൻ സാധിക്കില്ല. അതങ്ങനെയാണ് അവർ പഠിച്ചു വെച്ചത്. ഇനി അനൗദ്യോഗികമായിട്ട് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യാം. എന്താണെങ്കിലും യുദ്ധം ആരംഭിച്ചു, പ്രത്യാക്രമണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തയിൽ പ്രബലമായതും പ്രധാനമായതുമായിട്ടുള്ള കാര്യങ്ങൾ. എന്താണെങ്കിലും ഇതിൽ ഒരു തുടക്കം കുറിച്ചത് ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി, അഥവാ ഇസ്രായേലും അമേരിക്ക ഒരുമിച്ചാണ് ഈ യുദ്ധം ആരംഭിച്ചതെന്ന് വളരെയേറെ പ്രത്യാക്രമണങ്ങൾക്ക് നേരിട്ട് അമേരിക്കയും കൂടിയും ഏതുവാകേണ്ടി വരും. അഥവാ മിഡിൽ ഈസ്റ്റിലെ ഏതാനും ചില ബേസ്മെൻറ്റുകളും കൂടി അതിന് വില നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള വിലയിരുത്തലുകൾ. അമേരിക്ക മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല, 2 പേരും കൂടിയും 30ഓളം സ്ഥലങ്ങൾ ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ അതിലൊക്കെ പരാജയം വന്നിട്ടുണ്ട് ഇസ്രായേലിന്. അമേരിക്കക്ക് മസൂദ് പെഷസ്കിയാനൊക്കെ ജീവനോട് ഉണ്ട് എന്ന് പറയുന്നതിന് ഞെട്ടലോടുകൂടിയായിരിക്കും ജൂതന്മാരും തീവ്ര നസ്രാണികളും ഇതൊക്കെ കേൾക്കുന്നുണ്ടാകുക. എന്താണെങ്കിലും യുദ്ധത്തിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്താകുമെന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. കാരണം ഇങ്ങോട്ടൊന്ന് തന്നു, അതിൻ്റെ പകരം അങ്ങോട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരാനുണ്ട്. അത് വന്ന മുറയ്ക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇതിൽ റഷ്യ പങ്കുചേരുമോ, അതേപോലെ തന്നെ ഉത്തര കൊറിയ ഇതിൻ്റെ ഭാഗമായി വരുമോ, ചൈനയുടെ ധർമ്മം എന്താണ് അല്ലെങ്കിൽ റോൾ എന്താണ്, ഇതൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിലവിൽ ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന്. വിശദമായിട്ടുള്ള വിവരങ്ങൾ വരുന്ന മുറക്ക് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.